ബൈ ബൈ. ഹായ് അന്ന ചേച്ചി, അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ. ഓക്കെ ബൈ. ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഔട്ട് ഓഫ് സിലബസ് ടോപ്പിക്കാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മേ ബി ഫ്രം ദി ഇൻട്രോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഒരു ടോപ്പിക് എന്താണെന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് എത്താനുള്ളതിൻ്റെ ഒരു മെയിൻ റീസണാണ് അടുത്ത ക്ലിപ്പ്. നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ബൈ ബൈ. ഹാർട്സ് ഓഫ്. ദിസ് ഈസ് ക്യാരക്ടർ. ഇതാണ് ക്വാളിറ്റി, ഇതാണ് ആറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? മേ ബി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ ഈ വീഡിയോയിലോട്ട് കടക്കാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത്. ആളറിയാലോ, ദൃശ്യം 3ൻ്റെ പ്രൊമോഷൻ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഇവരെത്തിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഓൺലൈൻ മീഡിയക്കാർ എത്തും എന്നുള്ള ഷുവറാണ്. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ഇവരൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് വിവരം, ബോധം, ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഈ വളവളായുള്ള ഈ ചോദ്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനൊന്നും ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ടൈമും ഇല്ല, അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഇന്ന് റിപ്ലൈ കിട്ടില്ല. പിന്നെ ഓൺലൈൻ മീഡിയക്കാർ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഇവരുടെ പല ആംഗിളിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ഇടുക. ഇതാണ് അടുത്തൊരു എയിം. പൊതുവേ നമ്മളൊരു ആക്ടറോ ആക്ട്രസ്മാരോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും, അവരുടെ എന്തെങ്കിലുമൊക്കെ പീസുകൾ ഇടാൻ ശ്രമിക്കും. ഇതറിയുന്നത് കൊണ്ട് തന്നെ പല നടിമാരും ഓടിച്ചാടി എസ്കേപ്പ് അടിക്കുക ചെയ്യുക അവന്മാരുടെ അടുത്തുനിന്ന്. കാരണം അവന്മാരുടെ അടുത്ത് നിന്നാൽ ഇതാണ് അവസ്ഥ എന്നുള്ള ബോധമുള്ളതുകൊണ്ട് തന്നെ. അപ്പം അതാണ് പൊതുവെ നടക്കുന്നത്. അപ്പം ആളുടെ സിനിമയുടെ പ്രൊമോഷനും കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം വണ്ടി കയറാനായ സമയത്ത് എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു വണ്ടി കയറുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയക്കാർ ക്യാമറയുടെ പൊസിഷൻ ഒന്ന് കൂട്ടിയാൽ ഓഫ് കോഴ്സ് പുള്ളിക്ക് എന്താ കിട്ടുക എന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം അതിലോട്ട് പോകുന്നതിന് മുമ്പ് കൂട്ടിയപ്പം എസ്റ്റർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ചേട്ടാ ക്യാമറ താത്ത് കുറച്ചുകൂടെ താത്ത്, ഇനി ഞാൻ പോട്ടെ കേട്ടോ എന്ന് പറഞ്ഞാൽ അവൾ കയറി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു വൾഗർ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വന്നില്ല. ഇതാണ് ക്യാരക്ടർ, ഇതാണ് ക്വാളിറ്റി. പെണ്ണായാൽ ഇങ്ങനെ ആവണം. പകരം ഇതെടുത്തോ, ഇതുവഴി എന്നെ റീച്ചാക്കിക്കോ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ടീമുകളുണ്ട്. ഞാൻ പറയാണ്ട് തന്നെ പല വ്യക്തികളുടെ പേര് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടണം. എത്ര പേർക്ക് ധൈര്യമുണ്ട്, എത്ര പേര് ബോൾഡാണ്. ഈ വീഡിയോ കാണുന്ന 10 പേരാണെങ്കിൽ 10 കമൻറ്റ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചെയ്യോ ഇല്ലയോ നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം. ഇങ്ങനെ നടക്കുന്ന കുറേ ടീമുകളുണ്ട്. അപ്പോൾ ആദ്യം അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ക്യാമറ ഇങ്ങനെ പിടിച്ച് ഈ ചേട്ടനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എടത്ത നാണല്ലേടോ, പോയി ചെയ്യടോ. താങ്കളുടെ അമ്മയും അച്ഛനൊക്കെ അല്ലെങ്കിൽ അമ്മയും പെങ്ങളൊക്കെ പോകുന്ന സമയത്ത് അവർ നടന്നു പോകുമ്പോൾ ക്യാമറ ഇങ്ങനെ മുകളിലോട്ട് പിടിച്ചിട്ടാണോ വീഡിയോ എടുക്കുക? മുകളിലോട്ട് പിടിച്ചിട്ടാണോ? എനിക്ക് അത് ആലോചിക്കുന്നത്. ഇവന്മാരുടെയൊക്കെ പ്രശ്നം എന്താ നിൻ്റെയൊക്കെ പ്രശ്നമോ? എന്താ നിനക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നേ? നിന്നെ പോലെയുള്ള ഐറ്റങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടാണ് കുറേ പ്രാന്തന്മാർക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒരുമാതിരി ഫ്രസ്ട്രേഷനായിട്ട് ഈ നാട്ടിലിറങ്ങിയിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനത്തെ എന്തെങ്കിലും കാണണമെങ്കിൽ ഗൂഗിളിൽ സൈറ്റ് ഉണ്ട്. ഒരു വ്യക്തിയുടെ ഞാൻ പറയും ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇടുന്നവന്മാർക്ക് എഗെയിൻസ്റ്റ് എന്താണ് ഇവന്മാരൊന്നും കേസ് കൊടുക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കാണിച്ച് നടക്കുന്നവരുടെ ഞാൻ പറയുന്നില്ല, വിട്. നിങ്ങൾ കാണിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ടീമുകളുണ്ട്, അവരെ ഞാൻ പറയുന്നില്ല. എന്നാൽ അതല്ലാണ്ട് മാന്യമായി പോകുന്ന ആൾക്കാരുടെ പല ആംഗിളിൽ ചെരിച്ചും വളച്ചും പിടിച്ച് നിൽക്കുന്ന ടീമുകളില്ലേ, ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ഈ ലോകത്തുണ്ടല്ലോ എന്ന് ആലോചിക്കണം. കാരണം ഇവനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇവരൊക്കെ ഇവരുടെ അമ്മയും സിസ്റ്ററും എങ്ങനെ ഇവരുടെ അടുത്ത് നിൽക്കും?
ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതേ എനിക്ക് ഉമാരോട് പറയാനുള്ളൂ. ഇനി അങ്ങോട്ട് ഞാൻ കുറച്ച് വീഡിയോകൾ കാണിച്ചു തരാം. വീഡിയോ ഒക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ അലയിടിച്ച് പോകുന്നുണ്ട്. ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എണീച്ചതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ മേ ബി നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. ഞാനൊന്ന് കാലിക്കറ്റ് പോവുകയാണ്. ഇനിയൊരു കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് കുറവാണ്. അപ്പോൾ 2-3 വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അങ്ങ് പോകാമല്ലോ എന്ന് കരുതി ഇന്നൊരു 5:30 ഒക്കെ ആയപ്പോൾ എണീച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പിന്നെ ഒറ്റ ഇരിപ്പിൽ 2-3 വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര, നിങ്ങൾക്ക് ഊഹിക്കാം, നല്ല ടയേർഡാവും. അതാണ്. ഓക്കെ, വിഷയം മാറിപ്പോയി. ഞാൻ എൻ്റെ സൈഡിൽ കൂടെ കുറച്ച് വീഡിയോകൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോയും ഇങ്ങനെ എടുത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പൊതുവേ ഇങ്ങനത്തെ വീഡിയോസ് ക്ലിപ്സ് കാണിക്കുന്ന സമയത്ത് ബ്ലർ ചെയ്യലുണ്ട്. ഇത് ഞാൻ ബ്ലർ ചെയ്യില്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഭയങ്കര വൾഗാരിറ്റി ഫീൽ ചെയ്യാണ്, ഞാൻ ബ്ലർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അതിടും. കാരണം ഇതിപ്പോൾ ഞാൻ മറച്ചതുകൊണ്ട് കാര്യമല്ല. സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇതിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് ഈ വീഡിയോസ്, ഈ ക്ലിപ്സ്, ഈ കാര്യങ്ങൾ. പിന്നെ ഞാനായിട്ടിപ്പോൾ മറച്ചുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര വൾഗറായിട്ട് എനിക്ക് തന്നെ ഒരു തോന്നുന്ന സാധനങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ മറയ്ക്കാം. ഇത് പകുതി മുക്കാലും ഓൺലൈൻ മീഡിയക്കാരായിട്ട് വൈറലാക്കിയ വീഡിയോസാണ്. ഈ പകുതി മുക്കാൽ വീഡിയോസും ആരുടെ വീഡിയോസാണോ എടുത്തത് അവർ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അന്നാരാജനൊക്കെ ഒരു ഇനാഗ്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റില്ല. അന്നാരാജൻ്റെ 2 ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും പിന്നെ ഇൻസ്റ്റഗ്രാം നിറയെ കാണാൻ പോകുന്നത്. 2 ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ. കാരണം ഇവന്മാരൊരു 10 ഓൺലൈൻ മീഡിയക്കാരുണ്ട്, 10 പേജുണ്ട്. 10 പേജിലും ഒരേ കണ്ടന്റ് തന്നെ 20 എണ്ണം അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, 20 × 10 എത്ര വീഡിയോസാണ് പോകുന്നതെന്നുള്ള. അത്രയും വീഡിയോസാണ് മനുഷ്യന്മാരിരുന്ന് കാണേണ്ടത്. അത് ഫുള്ള് ഇങ്ങനത്തെ ഓരോ തിരിയുന്ന, വളയുന്ന, കുനിയുന്ന, മുകളിൽ നിൽക്കുക, താഴെ നിൽക്കുക, അതാക്കുക, ഇതാക്കുക, ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ് വരിക. പൊങ്കാല വന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ് വരിക. ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം പോകുന്ന ആളുണ്ട്. അന്നാരാജനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പൊതുവേ ഹണി റോസിൻ്റെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി അന്നാരാജൻ കയറിയതുകൊണ്ടാണോ എന്നറിയില്ല, എന്നാലും ഹണി റോസിനെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഹണി റോസ് സഹിച്ച അങ്ങേയറ്റെത്തിയപ്പോൾ ഒരു കേസം കൊടുത്താണ്. അതിനുശേഷം മനസ്സിലായി ഇനി ഹണീനെ ചൊറിയാൻ നിന്നിട്ടുണ്ട്, ഹണി തിരിച്ച് നല്ല രീതിയിൽ മാന്തുമെന്ന് മനസ്സിലായതുകൊണ്ടാണോ അറിയില്ല, ഹണിക്ക് കുറച്ച് റെസ്റ്റ് ഉമ്മാർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉമ്മാരിപ്പോൾ വീണ്ടും കയറുന്നത് ആരുടെ ഓർമ്മയാണ് നിങ്ങൾക്കറിയാലോ, വീണ്ടും പോകുന്നത് പുറമേ. ഞാനതാ പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ആദ്യം ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ശരീരം കാണിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ, ചില ആൾക്കാർ പറയും എൻ്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. എന്നാലും ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ബീച്ചിൽ പോകുന്ന സമയത്തൊക്കെ, ഇപ്പം ഞാൻ പറയാം, ഞാൻ ഗോവയിൽ പോകുമ്പോഴുന്ന ഒരു ഔട്ട്ഫിറ്റ് ആയിരിക്കില്ല ഞാൻ ഓഫീസ് പോകുമ്പോഴുക. അത് മനസ്സിലാക്കാത്ത പൊട്ടന്മാർ ഈ ലോകത്തുണ്ടോ? അതാണ് എൻ്റെ ബേസിക് ചോദ്യം. നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര അടിപൊളി അല്ലെങ്കിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട ഔട്ട്ഫിറ്റ്സ് ആണ്. ഇപ്പോൾ ബീച്ചിൽ പോകുമ്പോഴുന്ന ഔട്ട്ഫിറ്റ് അല്ല മൗണ്ടൈനിൽ പോകുമ്പോൾ ആണല്ലോ. അത് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ പലരും കാണിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ചില ആൾക്കാരെ ഈസ് നോൺ ഫോർ കാണിക്കൽ, ചില ആൾക്കാർ ഈസ് ഈക്വൽ ടു കാണിക്കൽ, അല്ലേ? അപ്പം ഞാൻ പറയുന്നത് വളരെ പച്ചയായിട്ട് നിങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയല്ലേ ഞാൻ ഈ സൈഡിൽ കൂടെ പോയിട്ടുള്ള പല ആൾക്കാരും അറിയപ്പെടുന്നത്. എന്താ ഇതിനൊരു മാറ്റമുള്ളത്, എന്താ ഇതിനൊരു കുറവുള്ളത്, എന്താ എനിക്കതാ മനസ്സിലാവാത്തത്. അല്ല ഇതിപ്പോൾ കാണിച്ചുകൊണ്ട് എന്താ കിട്ടുന്നത്? ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ സാധനങ്ങൾ സമൂഹത്തിൽ വളരെ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം കുറേ മനുഷ്യന്മാർ ഇതൊക്കെ കണ്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ റീസെൻ്റ്ലി കണ്ടൊരു വീഡിയോ ഉണ്ട്, എനിക്കിനി ആ വീഡിയോ കിട്ടുമോ എന്ന് തന്നെ എനിക്കറിയില്ല. ഒന്നും ഞാൻ സേവ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. ഒരു പോസ്റ്റർ ഫോട്ടോയിലൂടെ അബ്യൂസീവായി പെരുമാറുന്ന ഒരു വീഡിയോ. ഞാൻ ഇന്നലെയാണ് അതിൻ്റെ രണ്ട് റീൽസ് കണ്ടത്. അപ്പം ഇങ്ങനത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയി നടക്കുന്ന ഒരു കൂട്ടം സമൂഹം ഇപ്പോൾ ഈ സൊസൈറ്റിയിലുണ്ട്. ഈ കാറ്റഗറി ഓഫ് ആൾക്കാരാണ് പിന്നെ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ഒരു പെൺകുട്ടീനെ കിട്ടിക്കഴിയുമ്പം നേരെ കയറി അങ്ങ് അബ്യൂസ് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഒരു സ്ത്രീ എന്ന് പറയുന്നതിനെ ഭയങ്കര വൾഗറൈസ് ചെയ്ത് സെക്ഷുവലൈസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. മേ ബി ഇപ്പോൾ കാണുന്ന കുറേ ആൾക്കാർ പറയും, എന്താ ഇവർക്ക് അമ്മയില്ലേ, പെങ്ങളില്ലേ, ഇത് കാണുമ്പോഴേക്ക് ഇവർക്ക് അത് തോന്നുന്നു, ഇത് തോന്നുന്നു എന്ന് പറയുന്നത്. അത് ഈവൻ സെക്സ് എഡ്യൂക്കേഷനിൽ തീരെ ബുദ്ധിയില്ലായിട്ടാണ്.
കാരണം ഇങ്ങനത്തെ ഓരോ ഈവൻ ഒരു ഗേളുടെ ഒരു ക്ലീവേജസോ അല്ലെ ബോഡി പാർട്സോ കാണുന്ന സമയത്ത് അതിൽ അട്രാക്ഷൻസ് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, അത് കൺട്രോൾ വിട്ട് മോശമായി പെരുമാറുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്. അതാണ് ഈ ബസ് കയറുമ്പോൾ തോണ്ടുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ. അതിന് കുറച്ചും കൂടെ വൾഗർ ഫോമാണ് ഈ കയറി സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ. അപ്പം ഇങ്ങനെയൊക്കെ ഈ കാണിച്ച് നടന്നുകൊണ്ട് ഇങ്ങനത്തെ കുറേ കോസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാണിച്ച് നടക്കാൻ തോന്നുന്നത് എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? എൻ്റെ അടുത്തൊരു ഞാൻ തന്നെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക, എങ്ങനെ സാധിക്കുന്നു? അവരിത് എൻജോയ് ചെയ്യുന്നുണ്ടോ? അല്ലെ അവർക്കിത് ഇഷ്ടമാണോ? അല്ലെ ഇത് നല്ല കാര്യമാണോ? അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. സീരിയസ്ലി ഞാൻ തിങ്ക് ചെയ്യുന്നതിൽ എൻ്റെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഐ എം റെഡി ടു കറക്റ്റ് മൈ സെൽഫ്. ഐ എം റെഡി. കാരണം ചില ആൾക്കാർ ഇത് റീച്ചിന് വേണ്ടി ഉപയോഗിക്കുക. ഈ പാർട്സ്, ബോഡി പാർട്സ് എക്സ്പോസ് ചെയ്തുകൊണ്ട് റീച്ചിന് വേണ്ടി നിൽക്കുക. എടോ സീരിയസ്ലി നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യന്മാരാണ് ഈ സമൂഹത്തിലെങ്കിൽ ഉമ്മാർക്കൊക്കെ പുച്ഛ. ഇങ്ങനെ വെറും മൂത്ത് കിടക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് മാത്രമേ ഇത് കണ്ട എന്തെങ്കിലും ആവും. ബാക്കിയുള്ള കാറ്റഗറി ഓഫ് ആൾക്കാർക്കൊക്കെ പുച്ഛാണ്. അത് നിങ്ങൾക്ക് അറിയായിട്ടാണ്. ഈ ഇൻസ്റ്റഗ്രാമിൽ കുറേ ഫീഡ് പേജസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മളുടെ ഒരു കാലിൻ്റെ ഒരു പകുതി കണ്ടാൽ തന്നെ അതിൻ്റെ താഴെ കയറി കമൻറ്റ്. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വെളിറ് പിടിച്ച കുറേ വൃത്തിയായിട്ട് ഈറ്റങ്ങൾ ഈ ലോകത്തുണ്ടോ എന്നുള്ള. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിസോർഡർ, സൈക്കാട്രിക് ഡിസോർഡറാണ്. അപ്പം ഞാനത് പറയുന്നത്, ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പെൺകുട്ടീനെ കൺഗ്രാജുലേറ്റ് ചെയ്യണം തോന്നിയിട്ട് ഞാൻ എടുത്തൊരു സാധനമാണത്. കാരണം ആൾക്കൊരു ക്വാളിറ്റി ഉണ്ടാ. ഒരിക്കലും ഇങ്ങനത്തെയൊക്കെ ഒരു സാധനം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കല്ലേ. കാരണം ഇതൊക്കെ കാണുമ്പം മതി ഗൈസ്, ഒന്നും പറയാം.